ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ പോവാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കണം പോകണമെന്ന്. അങ്ങനെ രാവിലെ മാഞ്ഞൂർ പോയിട്ട് അമ്മായിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഹായ് പറയൂ എല്ലാവരും. ഹായ്. ഞങ്ങളൊരു മോർണിംഗ് 8:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നേരെ മാഞ്ഞൂർ പോയിട്ട് അമ്മായിനെ പിക്ക് ചെയ്തു. എന്നിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ നല്ല നേരത്തേക്ക് പോകാറുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റായിട്ട് പോണത്. പിന്നെ ഏകദേശം നമ്മൾ ആ പൂജയുടെ ടൈമിങ്ങിന് അവിടെ എത്താൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളവിടെ എത്തിയപ്പോഴേക്കും വണ്ടികളിലൊക്കെ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 12 മണി വരെയാണ് നമുക്ക് രാവിലെ പൂജ ടൈം ഉള്ളത്. അപ്പോൾ പോയ പാടന്നെ പൂജയ്ക്കുള്ള ചീട്ടൊക്കെ റെഡിയാക്കിയിട്ട് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പം നമ്മുടെ വണ്ടി ഇത് 3ാമത്തെ അമ്പലത്തിലാണ് പൂജ ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാഞ്ഞൂർക്കാവിലും ചെനക്കുത്തൂർക്കാവിലും 2 തട്ടകത്തിലും പോയിട്ട് പൂജിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയായിരുന്നു, ഗുരുവായൂർ കൊണ്ടുപോയി പൂജിക്കണം എന്നുള്ളത്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ, അങ്ങനെ വലിയ തിരക്കില്ല. സെക്കൻഡ് സാറ്റർഡേ ആണ് ഞങ്ങൾ പോയത്, എന്നാലും അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ഗുരുവായൂർ നല്ല തിരക്കുണ്ടാവുമല്ലോ ഒരു ഹോളിഡേയ്സിലൊക്കെ ആകുമ്പോൾ. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി പിന്നെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയിടാൻ പോയി. അമ്മയും ആദർശം കൂടിയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയത്. 1/2 മണിക്കൂറോളം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വലിയ തിരക്കൊന്നും ഗുരുവായൂരില്ല എന്നുണ്ടെങ്കിലും വണ്ടി പാർക്ക് ചെയ്യണോടത്ത് ഫുള്ളായിരുന്നു എല്ലാവടി. അപ്പോൾ ഇന്ന് ഏതൊക്കെയോ കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു തോന്നുന്നു ഗുരുവായൂർ. പണ്ട് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അരങ്ങേറ്റുണ്ടായിരുന്നത്. ഞാനും ഗുരുവായൂർ വെച്ചിട്ട് തന്നെയായിരുന്നു എൻ്റെ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. തൊഴുകലൊക്കെ കഴിഞ്ഞ് ഫുഡിന് ക്യൂ നിൽക്കുമ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇപ്രാവശ്യം കറക്റ്റ് ഉച്ച ടൈമിനാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നേരത്തെ അമ്പലത്തേക്ക് പോകുന്നതുകൊണ്ടേ നേരത്തെ തന്നെ തൊഴുതിറങ്ങും. അപ്പോൾ പിന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാറാവാറുണ്ട്. ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കഴിക്കാനിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ അമ്പലക്കുളത്തിലുള്ള 2 ആമകളാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഏകദേശം അധികം ക്യൂ നിന്നിട്ടൊന്നുമില്ല, വേഗം പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഷോപ്പ് കയറി. അമ്പലത്തിൻ്റെ അടുത്തുള്ളത് നമ്മൾ കാറിൽ വെക്കാനുള്ള ഗണപതിനെ തപ്പി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. നമ്മൾ അമ്പലത്തേക്ക് ഇന്ന് മെയിനായിട്ട് വന്നത് കാറൊന്ന് പൂജിക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറ്റി വേഗം സാരി ആയിരുന്നില്ല, മഴക്കാലമാണ്, അതുകൊണ്ട് നമുക്ക് ചാവക്കാട് ബീച്ചിലേക്ക് പോകാൻ പറ്റില്ല. ആ ബീച്ചിൽ പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഈ സീസൺ അതിന് പറ്റിയതല്ല. അപ്പം നമ്മൾ ഇനി ഫാം വില്ലേക്കാണ് പോണത്, ചാവക്കാട്ടത്തെ. ഞങ്ങളെല്ലാവരും പോവാണ്. ഇതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ അവിടെ തന്നെ ഫുഡ് കഴിച്ചു അല്ലേ, അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കിട്ടി. അതെ, നല്ല സദ്യ സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏതൊക്കെയോ ഊടുവഴി കൂടെയാണ് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പോയ വഴിയൊക്കെ സീനറീസൊക്കെ അടിപൊളിയായിരുന്നു, കാണാൻ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു കുട്ടനാട് ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയ പോലെ തോന്നി. കുറച്ച് വളഞ്ഞും തിരിഞ്ഞിട്ടാണെങ്കിൽ അവസാനം ഞങ്ങൾ ഫാം വില്ല കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫാം വില്ലയുടെ കുറച്ച് അടുത്ത് തന്നെയാണ് ഫിഷ് അക്വേറിയം ഉള്ളത്. ഞങ്ങൾ അതിലേക്ക് വന്നിട്ടുണ്ട് ഒരു വട്ടം ഫാമിലിയായിട്ട്, പക്ഷേ ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ആരെ കണ്ടത്? ഒട്ടകം നോക്കൂ. ഒട്ടകത്തിന് അമ്മ ഇല കൊടുക്കാൻ പോവാണേ. അമ്മ കൊടുക്കുമ്പോ അമ്മക്ക് പേടിയാണ്. അതവിടെ ഒരു കുതിര തലാട്ടി കളിക്കുന്നു. പെട്ടെന്ന് കണ്ടപ്പോ ഇതിന് പ്രതിമയെ പോലെ വിചാരിച്ചിട്ടോ. നല്ല രസമുണ്ട്. എങ്ങനെയുണ്ടമ്മ ഒട്ടകത്തിന് ഭക്ഷണം കൊടുത്തപ്പോ? പിന്നെ പേടിയായിരുന്നു വന്നത്. കുതിരന് ഞെഞ്ഞിക്ക് അന്ന് കേറിയിട്ട് വീണതാണെങ്കിൽ ഞാനില്ല. എങ്ങനെയുണ്ടമ്മ ഇവിടെ? 2 കുതിര ഉണ്ട് കേട്ടോ. അതെ, ഇത് കണ്ടപ്പോ എല്ലാരും ആദ്യം പ്രതിമ തന്നെ വിചാരിച്ചത്, പക്ഷെ പിന്നെ അനങ്ങുമ്പോഴാണ് ഇതിന് ജീവൻ. ആ ട്രീ ഹൗസ് അടിപൊളി ഉണ്ടല്ലേ. വാവ്. പല വെറൈറ്റീസ് ഓഫ് കളറുള്ള കോഴികൾ നോക്കിയത്. നല്ല തൊപ്പുണ്ടല്ലേ. ആരുടെ മുഖം കാണിച്ചിട്ടില്ല, ഭയങ്കര പണി തന്നെ അവര്. അതെ, ശരിയാ. ഇതിന്റെയൊക്കെ തല എവിടെ? ഹായ്. കുറേ മയിലും കുട്ടികളുണ്ട് കേട്ടാ. മരൊക്കെ നോക്കിയിരിക്കും.
ഇങ്ങനെ വെച്ചിട്ട് നല്ല മസാജ് ഒരു എടുക്കണേ ഇക്കണെടുക്കണേ എന്നെ നോക്കി നിൽക്കുന്ന വെച്ച് വെക്കാം അങ്ങോട്ട് വരും ഫോണ് കൊടുത്തിട്ട് മാറ്റിയെടുക്കുന്നു. അതിന് ഫുഡ് കൊടുക്കാൻ പോവാ. പോപ്കോൺ ആണ് കൊടുക്കണം. കൊടുക്കാണ് എനിക്ക് വായയിൽ കൊടുക്കാൻ നന്ന കുഞ്ഞുകുട്ടിയുണ്ട്. കുഞ്ഞുകുട്ടിക്ക് ഞാൻ ഇവിടെ വെച്ചേരാ അതൊക്കെ പേര് കയ്യിൽ വെച്ച് നാക്കി തിന്നു. ഇതിന് കൊടുക്കുക എനിക്ക് പേടിയുണ്ടായിരുന്നു. അതല്ലേ ഞാനുണ്ടായതേ. അവരൊന്നും കാട്ടില്ല. കൊമ്പൊക്കെ വെറൈറ്റി ആണ്. ഹലോ, ജമുനപ്യാരി അല്ല, ജമുനപ്യാരിക്ക് ചെവിയാണ്. ആ അതെ, മണിക്കൂട്ടനാ പേര് വിട്ടപ്പ ഇനി. പുള്ളിയാടാണ്, പുള്ളിയാട്. ഹലോ ഹലോ, ആ അതാ ഒരു കുതിരക്കുട്ടൻ. ഇതാട്ടോ ഡോങ്കി. അതിൻ്റെ ഉള്ളില് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ കടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് പിഗാണ്. രണ്ടുപേരും കടന്നുറങ്ങും. വേറൊരു കുതിര. നല്ല സന്തല്ലേ ഇതിനെ കാണാൻ. ഇത് കോൾ ഡക്ക്. ഇത് ഗൂസാണ്, പക്ഷെ കുറച്ച് ചളിയില്ല ഗൂസ. സെബ എന്താ സെബാസ്റ്റോപ്പിൾ. ഓ, ഒറിജിൻ യൂറോപ്പ് എന്നാണ്. ഇവിടെ ആരറിയോ, ക്രസ്റ്റഡ് ഡക്ക്. ഇത് മറ്റേ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലത്തെ. ഇത് നോക്ക്, രസല്ലേ? തലയില് പോലെ കിരീടം വെച്ച പോലെ. ജർമ്മനി ഒറിജിൻ. അവിടെ പാർക്കൊക്കെ ഉണ്ട് കിഡ്സിനുള്ളത്. എനിക്കിതിലേക്ക് പോണം. അതായി എന്നെ ഇതിലേക്ക് കൊണ്ടുപോകും. ഇതിലേക്ക് വരും. നമുക്ക് പൂച്ചേനെ കയ്യിലൊക്കെ എടുക്കാട്ടാ. അമ്മമ്മ എടുക്കാണ്. ഒതുക്കിയിരിക്കണ്ടോ? വാലാട്ടിനൊക്കെ നോക്കുക, ഇതെന്ത് സംഭവം? ആമീൻ തീർച്ചയായും അതാ. ആമേനെ കണ്ട. ആമേന്റെ ചോളകം കഴിക്കുകയാണോ? ഒരാളിവിടെ നെറ്റിമൊക്കെ തൂങ്ങി കിടക്കുന്നു. അമ്മമ്മയ്ക്ക് പിന്നെ എല്ലാ ധൈര്യമുണ്ട്. അച്ഛനെ കോരിത്തിരിക്കും. ചേച്ചിയുടെ അമ്മമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അമ്മ നോക്ക് നോക്ക്, ആദർശിലും തീരെ ആ അതമ്മയും എടുത്തു തന്നെ ചാടണ്ട. പോക്കറ്റിൽ കൈ
നല്ല രസം, നല്ല കുട്ടിയാണേ. എലിക്കുട്ടി ഇവര് ഊന്ത് ഊന്ത് ഊന്ത്. ഓരോ ദിവസം തിരക്കുള്ളേ. അതെ, ഒരാളെ ഇതാരപ്പത് വലിയൊരാള്. പല ടൈപ്സ് ഓഫ് പ്രാവുകളാണ് കേട്ടത്. പച്ചക്കറിയാണ്. ഹലോ ഹലോ ഹലോ. ഓസ്ട്രിച്ച്. അവര് നഖം വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങിയത് ചെറുതുരുത്തിയുള്ള കഫേ മക്കാനിയിലായിരുന്നു. ആദർശിൻ്റെ ഒരു റെക്കമെൻഡാണ് അവിടേക്ക്. അവിടെ പോയാൽ പല വെറൈറ്റീസ് ഓഫ് കടികളുണ്ടാവും, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും ഇറങ്ങിയില്ല. ചെറുതുരുത്തി എത്തുന്ന വരെ വേറെ എവിടെ ഇറങ്ങാണ്ട് അവിടെ ഇറങ്ങി. പറഞ്ഞ പോലെ തന്നെയാണ്, എത്ര ടൈപ്സ് എന്ന് പറയാനുള്ള എണ്ണക്കില്ലാത്ത പല പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയണത് ഇതേ സാധനം ആവില്ല, ഇതേ ടൈപ്സ് ആയിരിക്കില്ല, നമ്മളിനി നാളെ പോകുമ്പോൾ വേറെ വേറെ ഉണ്ടാവും, ഓരോ ദിവസം ഉണ്ടാവും. എല്ലാ ടൈപ്പും ഉണ്ട്. അതായത് സ്വീറ്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, ബീഫ്, മട്ടൺ, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഗുരുവായൂർ പോയിട്ട് എത്തിയപ്പോൾ നല്ല ലേറ്റായി. പിന്നെ നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കണത് ഇപ്പോൾ. പിന്നെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് നമ്മുടെ കാറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗണപതിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബുദ്ധേനെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ബുദ്ധ ഇതാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ കുറേ ആയിട്ട് ബുദ്ധേനെ മേടിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ നല്ലൊരു ക്യൂട്ട് കണ്ടപ്പോൾ വെച്ചതാണ്. നമ്മളൊരു ഗണപതിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. പിന്നെ അതേപോലെ ഒരു കൃഷ്ണനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മായനൂർക്കായിരുന്നു. മായനൂർ നമ്മൾ കണി വെക്കുമ്പോൾ ചെറിയ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല, വലുത് തന്നെയാണ് വെക്കാറ്. അപ്പോൾ അതിന് ഒരു ചെറിയ കൃഷ്ണൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മായനൂരാണ്, അതുകൊണ്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഗണപതി എങ്ങനെയുണ്ട്? നമ്മുടെ ഗണപതി ഇവിടുന്ന് നോക്കിയാലും ഇതേ സെയിം ലുക്കായിരിക്കും, ആൻഡ് പുറത്തുനിന്ന് നോക്കിയാലും ഇതേ സെയിം ലുക്കായിരിക്കും. അങ്ങനെ രണ്ട് സൈഡും ഒരേപോലെ വരുന്നതാണ്. എനിക്ക് കൂട്ടായിട്ടൊരു ഗണപതിയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നാളത്തെ വീഡിയോ. ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.